തേന്മാവിൻ കൊമ്പത്ത് എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് നമ്മുടെ സ്വന്തം സൺ സൂര്യയിൽ. മോള് വിഷമിക്കണ്ട. നിനക്കെന്നെ വിളിക്കാൻ തോന്നിയ ടൈം നല്ലതാ. ഞാനും ഹസ്ബൻഡ് നാളെ ചെന്നൈക്ക് വരുന്നുണ്ട്. ആണോ? കുഞ്ഞമ്മ മുത്തശ്ശിയെ കാണാൻ നാട്ടിലേക്ക് വരുമായിരിക്കും അല്ലേ? ഇല്ല ചീരു, ഇത്തവണ വരാൻ പറ്റില്ല. ചെന്നൈയിലെ ഹസ്ബൻഡിന്റെ ഫാമിലിയിൽ ഒരു ഗെറ്റ് ടുഗദറും ഫംഗ്ഷനും ഒക്കെ ഉണ്ട്. 4 ദിവസം അവിടെ തന്നെയായിരിക്കും. അപ്പൊ കുഞ്ഞമ്മേനെ ബിസി ആയിരിക്കും അല്ലേ? അതുകൊണ്ടെന്താ, നിന്റെ കാര്യം അദ്ദേഹം വരുമ്പോ ഞാനൊന്ന് സംസാരിക്കട്ടെ. എന്നിട്ട് ഞാൻ നിന്നെ നാളെ വിളിക്കാം. എന്താ, പോരെ? മതി കുഞ്ഞമ്മേ. കുഞ്ഞമ്മ എന്നെ മറന്നില്ലല്ലോ. ഇനിയെല്ലാം എന്റെ മക്കളുടെ ഭാഗ്യം പോലെ വരട്ടെ. ശരി മോളെ. ആ, നീ ടെൻഷനൊന്നും ആവണ്ട. ഞാൻ നിന്നെ ഒരിക്കലും കൈവിടില്ല. ശരി കുഞ്ഞമ്മ. ഓക്കെ. അച്ഛനെയും മക്കളെയൊക്കെ വിട്ടുപോകാൻ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ എന്നെ എന്റെ മക്കളെ ഓർത്ത് അച്ഛനടക്കം ബാക്കി എല്ലാവരും ദുഃഖിക്കേണ്ടി വരും. എന്തായാലും വളരെ നല്ലൊരു അവസരം മുടക്കിട്ടിരിക്കുന്നത്. തൽക്കാലം അത് മാത്രം ആലോചിച്ചാൽ മതി മോളെ. ചിലപ്പോ വിനയനും അവന്റെ വീട്ടുകാരും എതിർപ്പ് പ്രകടിപ്പിച്ചേക്കാം. അത് താൽക്കാലികം മാത്രം. മോള് പോയി രക്ഷപ്പെട്ട് വരുമ്പോ അവരിവളെ 2 കൈ നീട്ടി സ്വീകരിക്കും, ഇല്ലേ? മോളെ, കാപ്പി കുടിക്കും. എന്താ രണ്ടാളും കൂടെ ഒരുമിച്ച് ഇറങ്ങിയത്? എന്തെങ്കിലും പറയാനുണ്ടോ? ചെറിയൊരു കാര്യമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ചെറിയ കാര്യമല്ല, കുറച്ച് വലിയ കാര്യം തന്നെയാ. നീ കാര്യം പറ. ഈ ട്രാവൽസുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആണോ? അതെ എന്തിരട്ടാ, ട്രാവൽസിൽ വന്ന് ഒരാൾ 50,000 രൂപ വാങ്ങിച്ചോണ്ട്. 50,000 രൂപയോ? ആര് വാങ്ങിച്ചോണ്ട് പോയി? അത് വേറെ ആരുമല്ല, നമ്മുടെ അമ്മ തന്നെയാ. അമ്മയോ? എന്തോ അത്യാവശ്യമാണെന്നും പറഞ്ഞ് നിർബന്ധം പിടിച്ചപ്പോ കൊടുക്കേണ്ടി വന്നു. അല്ല, അമ്മയ്ക്കിപ്പം 50,000 രൂപയുടെ ആവശ്യം എന്താ? അതൊന്നും പറഞ്ഞില്ല. സത്യം പറഞ്ഞ വണ്ടികളുടെ മെയിൻ്റനൻസിന് വെച്ചിരുന്ന കാശാ. ട്രാവൽസിലെ ഷോർട്ടേജ് കാണിക്കും. അത് ഇന്ദിരേട്ടനെ കൂടി അറിയിക്കണമെന്ന് വിചാരിച്ചു. എടാ, കാശ് കൊടുത്തു കഴിഞ്ഞിട്ട് എന്നെ അറിയിക്കുന്നതിനാ? ട്രാവൽസ് നടത്തുന്നത് നിങ്ങളല്ലേ? അല്ല, അതിപ്പോൾ ഞങ്ങൾ കൊടുത്തില്ലെങ്കിൽ അത് ഇന്ദിരേട്ടൻ്റെ തലയിൽ വരും. അത്രയ്ക്ക് എമർജൻസി ആണെന്ന് പറഞ്ഞത്. എടാ, ആവശ്യം എന്താണെന്നെങ്കിലും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട സത്യ. ഈ 50,000 രൂപ നിസ്സാര തുകയൊന്നും അല്ലല്ലോ. അത് അമ്മ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നെന്ന് നമ്മൾ അറിയണ്ടേ? അല്ല, ഞങ്ങൾ അതിനൊരു വഴി ഒപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് വഴി? ക്യാഷായിട്ടല്ല കൊടുത്തത്, ചെക്കായിട്ടാണ് കൊടുത്തത്. അതും അക്കൗണ്ട് വഴി മാത്രം മാറാനുള്ള ചെക്ക്. ആരുടെ അക്കൗണ്ടിലേക്ക് ആ ക്യാഷ് പോകുന്നതെന്ന് അറിയാൻ പറ്റും. അതിപ്പോ നമ്മൾ അറിയാൻ പാടില്ലാത്ത ആരെങ്കിലും ആണെങ്കിൽ വേറെ ആരുടെയെങ്കിലും അക്കൗണ്ട് വഴി മാറിയെടുത്താൽ പോരെ? പേരും അക്കൗണ്ട് നമ്പറും ഒന്നും ഇല്ലല്ലോ നമ്മുടെ കയ്യിൽ. അത് ശരിയാ. അമ്മയ്ക്ക് ആ ബുദ്ധി പോയില്ലെങ്കിലും കാശ് വാങ്ങുന്നയാൾക്ക് ആ ബുദ്ധി കാണും. എന്തായാലും ആ കാശിന് തിരിച്ചു വരാനുള്ളതല്ല. നല്ല എന്തെങ്കിലും കാര്യത്തിനാണ് പോയതെങ്കിൽ അങ്ങനെയെങ്കിലും ആശ്വസിക്കാം. ഇതിപ്പോ എന്താവശ്യത്തിനാണെന്ന് ആർക്കറിയാം?